അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാർ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം കടന്നു പോവുകയാണ്. ഇന്നലെ അസർ നിസ്കാരത്തോടുകൂടി അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസവും കഴിഞ്ഞു. ഇന്നലെ അസർ നിസ്കാരം വരെ ഓരോ നിസ്കാരത്തിൻ്റെ പിറകിലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള തക്ബീർ നാം ചൊല്ലിയവരാണ്. ഇനി ഈ മാസം കഴിഞ്ഞതിൻ്റെ ഉടൻ ഇതിങ്ങനെ പോയി ഒരൽപ്പം ദിവസം കഴിഞ്ഞാൽ ഉടൻ മുഹറമാണ്. നമ്മുടെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഇസ്ലാമിൻ്റെ കണക്കനുസരിച്ച് പരിശുദ്ധ വർഷത്തിൻ്റെ തുടക്കം മുഹറം. ഇതെന്തിന് പറയുന്നു എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെയും ഇനി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കുട്ടികളെല്ലാം സ്കൂളും മദ്രസയും രണ്ടും പഠിക്കാൻ വേണ്ടി തൻ്റെയിടം കാണിക്കുകയും പഠിക്കുന്നവരുമാണ്. അപ്പോൾ എല്ലാ കുട്ടികളോടും സാധാരണയായി ഇംഗ്ലീഷ് മാസത്തിൻ്റെ തുടക്കം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നിങ്ങനെ തുടങ്ങി ഡിസംബർ വരെ അവർ കാണാൻ പാടാക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പം നമ്മൾ കുട്ടികളുടെ രക്ഷിതാക്കളാകുന്ന നമ്മൾ കുട്ടികളോട് നാമം ഒന്ന് പറഞ്ഞ് പരിശീലിപ്പിക്കണം. അത് വെറും മദ്രസ മാത്രം നാം അതിനെ ആധാരമാക്കി അവിടത്തേക്ക് മാത്രം ഒതുക്കാനുള്ളതല്ല. വീട്ടിലുള്ള രക്ഷിതാക്കളാകുന്ന നാമം, മദ്രസയിലെ ഉസ്താദുമാരും നാം എല്ലാവരും ഒത്തുചേർന്നു നമ്മുടെ ഇസ്ലാമികമായ വർഷത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ മാസത്തിനുള്ള പേരും നാം അത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കണം. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖർ, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ ഇങ്ങനെ 12 മാസവും നാം നമ്മുടെ അറബി മാസത്തിലുള്ളതും നാം പഠിച്ച് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് അവർ ഇംഗ്ലീഷ് മീഡിയമിൽ ഏതുപോലെ അവർ നേടുന്നുണ്ടോ അപ്രകാരം നമ്മുടെ അറബിയിലും അങ്ങനെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നാം എല്ലാവരും നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മളെ കുട്ടികളെ 2 വിദ്യയും പഠിച്ച് ഉന്നതരാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.